ഇനി മറ്റൊരു സ്റ്റോറിയിലേക്ക്. വിവാദ സിനിമ ദ കേരള സ്റ്റോറിയുടെ പ്രദർശനത്തെ വിമർശിച്ച് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. ക്രൈസ്തവ യുവതികളുടെ പേര് പറഞ്ഞ് വർഗീയതയ്ക്ക് ആരും ശ്രമിക്കേണ്ട. പ്രണയക്കെണിയുടെ പേര് പറഞ്ഞ് വർഗീയതയുടെ വിഷം ചീറ്റാൻ അനുവദിക്കരുത്. സ്വയം പ്രഖ്യാപിത സംരക്ഷകരാകാൻ ആരും ശ്രമിക്കേണ്ടെന്നും പാംപ്ലാനി. ഇന്ന് നമ്മുടെ പെൺകുട്ടികളുടെ രക്ഷകരായി പലരും രംഗപ്രവേശം ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട യുവതികളെ, നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. കാരണം നിങ്ങൾ ആത്മാഭിമാനമുള്ള മക്കളാണ്. ഈ തലശ്ശേരിയിലെ ഒരൊറ്റ പെൺകുട്ടിയെ പോലും ആർക്കും ചതിയിലോ പ്രണയക്കുരുക്കിലോ പെടുത്താനാവാത്ത വിധം നട്ടലുള്ള പെൺകുഞ്ഞുങ്ങളാണ് ഈ തലശ്ശേരിക്കുള്ളത് എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ തക്ക വിധത്തില് ഇവിടുത്തെ യുവജനങ്ങൾ പ്രബുദ്ധരാകേണ്ടതുണ്ട്. നമ്മുടെ പെൺകൊച്ചുങ്ങളുടെ പേരും പറഞ്ഞ് ഒരു വർഗീയ ശക്തികളും ഇവിടെ വർഗീയതയുടെ വിഷം വിതയ്ക്കാൻ പരിശ്രമിക്കേണ്ടതില്ല. മറിച്ച് നമ്മുടെ പെൺകുട്ടികളെ സംരക്ഷിക്കാൻ നമ്മുടെ സമുദായത്തിനറിയാം. നമ്മുടെ പെൺകുട്ടികളുടെ അഭിമാനത്തിന് വില പറയാൻ ഇനി ഒരാളെ പോലും നമ്മൾ അനുവദിക്കുകയുമില്ല എന്നുള്ളത് തിരിച്ചറിയാം. സംശയത്തിനിട നൽകാതെ സംസാരിക്കുകയായിരുന്നു തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. ഈ പ്രസ്താവനത്തിൻ്റെ മറ്റ് മറുപുറവുമായി നമുക്കൊപ്പം ചേരുകയാണ് സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന്. സജോ, ഗുഡ് മോർണിംഗ്. പറയൂ സജോ, ഈ പാംപ്ലാനി പിതാവ് പറയുന്നതിൻ്റെ മറുപുറം എന്താണ്? ഗുഡ് മോർണിംഗ്. കണ്ണൂർ ചെമ്പേരിയിൽ നടന്ന KCYM-ന്റെ യുവജന സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് സമീപകാലത്തെ ചില വിവാദ വിഷയങ്ങളിൽ തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പും സിറോ മലബാർ സഭയുടെ സിനഡ് സെക്രട്ടറിയുമായ മാർ ജോസഫ് പാംപ്ലാനി നിലപാട് വ്യക്തമാക്കിയത്. കേരള സ്റ്റോറി പ്രദർശനവുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ സംസ്ഥാനത്ത് നമുക്കറിയാവുന്നതുപോലെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ആ വിഷയത്തെ പരാമർശിച്ചുകൊണ്ട്, പ്രത്യക്ഷമായില്ലെങ്കിൽ കൂടിയും പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ക്രൈസ്തവർക്ക് പങ്കുവെക്കാനുള്ളത് നസ്രായന്റെ സ്റ്റോറി മാത്രമാണ്. വർഗീയതയുടെയും ഭിന്നതയുടെയും വിഷവിത്തുകൾ വിതയ്ക്കാൻ പലരും പരിശ്രമിക്കുന്നുണ്ട് എന്ന ആ കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുകയാണ്. മറ്റൊന്ന് പ്രണയക്കെണിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതായത് ലവ് ജിഹാദ് എന്ന പരാമർശമാണ്. ആ വാക്ക് അദ്ദേഹം പ്രയോഗിക്കുന്നില്ല എന്നത് മാത്രമാണ്. അതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ചർച്ചകൾ, വിവാദങ്ങളൊക്കെ സംസ്ഥാനത്തുണ്ടായതാണ്. അതേപ്പറ്റി അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ക്രൈസ്തവ പെൺകുട്ടികൾ പ്രണയക്കെണിയിൽ പെട്ടുപോയി എന്ന് പ്രചരിപ്പിച്ച് അതിൻ്റെ പേരിൽ വർഗീയതയ്ക്ക് ശ്രമം നടക്കുന്നുണ്ട്. അത് അനുവദിക്കേണ്ട കാര്യമില്ല. അതേസമയം പ്രണയക്കെണിയെ കരുതിയിരിക്കണം യുവതിയുവാക്കൾ. പക്ഷേ അതിൻ്റെ പേരിൽ മുതലെടുക്കുന്നതിനു വേണ്ടി പലരും ശ്രമിക്കുന്നു. സഭാംഗങ്ങളായ യുവതികളെ സംരക്ഷിക്കാൻ, പെൺകുട്ടികളെയൊക്കെ സംരക്ഷിക്കാൻ സഭയ്ക്ക് തന്നെ അറിയാം, സമുദായത്തിന് അറിയാം. അതിൻ്റെ പേരിൽ മറ്റാരെങ്കിലും സംരക്ഷകരുടെ വേഷം കെട്ടേണ്ടതില്ല, അങ്ങനെ സംരക്ഷകരുടെ റോളിൽ ആരും വരേണ്ടതില്ല എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. അത് കാസയ്ക്കുള്ള പരോക്ഷ വിമർശനമാണ്. കാസ ഒരു സംഘപരിവാർ അനുകൂല ക്രൈസ്തവ കൂട്ടായ്മയാണ്. കാസയ്ക്കാണ് സ്വയം പ്രഖ്യാപിത സംരക്ഷകനാകാൻ ആരും ശ്രമിക്കേണ്ടതില്ല എന്ന് പറയുന്നത്. ഒപ്പം പല ക്രൈസ്തവ പെൺകുട്ടികളും ഈ പ്രണയക്കെണിയിൽ പെട്ടുപോകുന്നു എന്ന് പ്രചരിപ്പിക്കുന്നത് വഴിയും ഈ യുവതികളുടെ അഭിമാനത്തിന് തന്നെ വില പറയുകയാണ്. അങ്ങനെ പശു ചക്ക കാണുമ്പോൾ വേഗം കഴിക്കാൻ ശ്രമിക്കുന്നത് പോലെ പെൺകുട്ടികളെല്ലാവരും കെണിയിലകപ്പെട്ടു പോകുന്നു എന്ന് പ്രചരിപ്പിക്കുമ്പോൾ അവരുടെ അഭിമാനത്തിന് തന്നെയാണ് ക്ഷതമുണ്ടാകുന്നത്. അങ്ങനെ പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല. അതേസമയം സഭാംഗങ്ങളായ യുവതികൾ, പെൺകുട്ടികളൊക്കെ ഇത്തരം കെണിയെ കരുതിയിരിക്കണം. ഇതിൻ്റെ പേരിൽ സമൂഹത്തിൽ ഭിന്നത, വിഭജനം, വർഗീയത ഇങ്ങനെയുള്ള ശ്രമങ്ങളുടെ ആവശ്യമില്ല. മറ്റ് സംഘടനകളെയോ പ്രസ്ഥാനങ്ങളെയോ ഈ സംരക്ഷകരുടെ വേഷം കെട്ടി വരുന്ന ആളുകളെയൊന്നും ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാൻ അനുവദിക്കരുത്. അവരെ മാറ്റി നിർത്തണം. അങ്ങനെ പ്രഖ്യാപിക്കണം. സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിൽ ഭിന്നതയും വിദ്വേഷവും ഒന്നും ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടതില്ല. അതല്ലാതെ തന്നെ ഈ കാര്യങ്ങളെ സമീപിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.